എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 ഫ്രണ്ട്ഷിപ്പ് ഡേ ഗിഫ്റ്റ് ഐഡിയാസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ ഇതുപോലെ ഇങ്ങനെ 3 മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല സൈസിലുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളത് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ യു ആൻഡ് മീ എന്നും കൂടെ എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യു ആൻഡ് മീ എന്ന് എഴുതിയ ആ ഒരു പേപ്പർ ഇതിലേക്ക് ഇങ്ങനെ മിഡിൽ പാർട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ യു ആൻഡ് മീ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ട്സ് ഫോർ എവറും കൂടെ ഒന്ന് കളർ ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലാക്കിൻ്റെ മേലെ ഇങ്ങനെ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കളർ പേപ്പേഴ്സിന് കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതിയിട്ട് അതും കൂടെ ഇങ്ങനെ 3 കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ഗിഫ്റ്റ് ഐഡിയ ആണ്. പേപ്പർ വെച്ചിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ 7x7 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5 സ്ക്വയർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഈ ഓരോ പീസസിനെയും ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ 2 സൈഡും നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ സ്ക്വയറിൻ്റെയും ഇങ്ങനെ ഡയഗണൽ ലൈൻസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പിന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇയർബഡ്സിൻ്റെ മിഡിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ റോളില്ലേ, ആ ഒരു റോളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ റബ്ബർ ബാൻഡ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റബ്ബർ ബാൻഡ് ഇങ്ങ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇയർബഡ്സിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ആയിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. 2 റബ്ബർ ബാൻഡ് വെച്ചിട്ട് 4 സൈഡും നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സാണ് കിട്ടുക. ഇനി നമുക്ക് ഈ ബോക്സിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8x8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറും അതുപോലെ 8x2 സെൻറ്റിമീറ്റർ ഉള്ള 4 റെക്റ്റാങ്കിൾ സ്ട്രിപ്പും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് പിങ്ക് കളർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 6x6 സെൻറ്റിമീറ്റർ ഉള്ള 5
പേപ്പേഴ്സ് പീസസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വിഷ് എഴുതുന്നുണ്ട്. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഡേ ആകുമ്പോൾ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതുക. എന്നിട്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഈ ബോക്സിൻ്റെ ഓരോ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ കവറിൻ്റെ മേലെ ഒരു ബോ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കളർ പേപ്പേഴ്സിന് കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ബോക്സിൻ്റെ പുറത്തും കൂടെ കുറച്ച് ഹാർട്ട് ഷേപ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റും വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു പോപ്പപ്പ് ജമ്പിങ് ബോക്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഗിഫ്റ്റ് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടി കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സർപ്രൈസ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് A4 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് പകുതിക്ക് മടക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കിഷ്ടമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ഒരു ഇമേജ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊന്ന് എഴുതുന്നുണ്ട്. ഇനി നമ്മൾ 2 സ്ക്വയർ പീസ് ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ കളർ പേപ്പേഴ്സ് പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ രണ്ടാമത്തെ പീസ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു പൗച്ച് പോലെ നമുക്ക് കിട്ടും. നമ്മളിത് നമ്മളുടെ കാർഡിൻ്റെ 2 സൈഡിലായിട്ട് ഉള്ളിൽ 2 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സർപ്രൈസ് കാർഡ് അല്ലെങ്കിൽ ഒരു പ്രാങ്ക് കാർഡ് റെഡിയായി കിട്ടും. ഇനി ഈ കാർഡ് നമ്മൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഇത് തുറക്കുമ്പോൾ ഇവ പേപ്പർ പീസസ് പുറത്തേക്ക് ഇങ്ങനെ പോപ്പ് ചെയ്യും. അപ്പം അത്രയല്ലേ നമ്മളുടെ വീഡിയോ. ക്യൂട്ടായിട്ടുള്ള 3 ഗിഫ്റ്റ് ഐഡിയാസാണ് കാണിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.